മറൈൻ ഡ്രൈവിൽ ഒരു അടിപൊളി സംഭവം ഉണ്ടെന്നൊരു റീൽ കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഓർത്തു ഒരു സാധാ ഫെസ്റ്റ് പോലെ തന്നെ ആയിരിക്കും എന്ന്. പിന്നെ അവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ജുറാസിക് വേൾഡ്, റോബോട്ടിക്സ്, അതുപോലെ ഡോം തിയേറ്റർ, ഇതൊക്കെ കണ്ടപ്പോൾ എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി. അങ്ങനെ പിള്ളേർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിച്ചാൽ പോയത്. ഈ റോബോട്ടിക്സ് ആക്ച്വലി ഞാൻ പണ്ട് കൊല്ലത്ത് വന്നപ്പോൾ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ വർഷം. അത് റേസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ ഭയങ്കര പേടിയാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ ജുറാസിക് വേൾഡ്. ഞാൻ മുമ്പൊക്കെ ഇതുപോലെ ഇവിടെ സെൻട്രൽ സ്ക്വയർ മാളിലൊക്കെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി ലൈവായിട്ട് തോന്നി. അതായത് നമ്മൾ ജുറാസിക് ശരിക്കും നമ്മൾ ഡൈനോസർ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ കണ്ണൊക്കെ തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യും. എല്ലാതും മൂവിങ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഈ പരുന്താണ്. പിന്നെ ഒരു വവ്വാൽ കിടന്ന് ആടുന്നുണ്ട്, ഒരു ഓസ്ട്രിച്ച് ഉണ്ട്. പിന്നെ ഇതാ ലൈവായിട്ട് നമുക്ക് തോന്നും ശരിക്കും നമ്മൾ അടുത്ത് നിൽക്കുന്നത്. പിന്നെ അവിടെ കുറേ മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി നമുക്കത് റിയലായിട്ട് തോന്നും. അങ്ങനെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ റേസിനൊക്കെ ശരിക്കും നല്ല പേടിയായി. എന്നാലും അവനറിയാം അത് ഒറിജിനൽ അല്ലാതെ. എന്നാലും ആ സൗണ്ട് എഫക്റ്റ് കൊണ്ടായിരിക്കും നല്ല പേടിയായി. നമ്മൾ പലയിടത്തും ഇതുപോലെ ഫെസ്റ്റ് കാണുമ്പോൾ പോകാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് കുറച്ചും കൂടി എനിക്ക് ലൈവായിട്ട് ഫീൽ ചെയ്തു. കാരണം നമുക്ക് തന്നെ ചെറിയൊരു പേടിയൊക്കെ തോന്നും. നമുക്കറിയാമല്ലോ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. എന്നാലും നമ്മൾ വേറെ ഏതോ യൂണിവേഴ്സിലെത്തിയ പോലെ തോന്നും ഒരു നിമിഷമെങ്കിലും. പിന്നെ ഇതുപോലത്തെ കുറേ ബേർഡ്സിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് അങ്ങനെ തോന്നില്ല. എന്നാലും പിള്ളേർക്ക് കാണുമ്പോൾ രസമാണ്. കുട്ടികളെ കൊണ്ട് പോയാൽ അടിപൊളിയായിരുന്നു. അടുത്തത് റോബോട്ടാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊല്ലത്തൊരു ഫെസ്റ്റിന് പോയപ്പോൾ ഈ റോബോട്ടിൻ്റെ സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേസു ശരിക്കും അത് കണ്ട് പേടിച്ചു. ഒരു സാധനത്തിനെയും പേടിയില്ലാത്ത ചെക്കനാണ്. അവനത് ഭയങ്കര പേടിയായി. അതിനുശേഷം ഇവൻ എന്ത് സാധനം മേടിക്കുമ്പോഴും ടോയ്സ് മേടിക്കുമ്പോൾ റോബോട്ടാണ് മേടിക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ 2 റോബോട്ട് അവന് വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാവരോടും പറയും റോബോട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് അത് കണ്ടപ്പോൾ ഇവൻ പേടിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ഫെസ്റ്റിന് പോകുന്നതിന് മുന്നേ അവനോട് പറഞ്ഞു റോബോട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര ത്രിൽഡായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ഈ സാധനത്തിന് അടുത്ത് കണ്ടപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് പോയി. അവനെങ്ങനെയെങ്കിലും പോയാൽ മതി, അവന് പേടിയായിരുന്നു. ജസ്റ്റ് ഒന്ന് കൈയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവന് നല്ല പേടിയായി. അവന് റോബോട്ട് വേണ്ട. ഇതാണ് റോബോട്ട് ഡോഗ്. ഇതിങ്ങനെ നടന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കുനിഞ്ഞിട്ട് ഒറ്റ ചാട്ടം അങ്ങ് വെച്ച് കൊടുക്കും. ഇത് റേസ് 2-3 പ്രാവശ്യം കഴിഞ്ഞ വർഷമേ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. അതവന് ഭയങ്കര പേടിയായി. പക്ഷെ അത് കണ്ടു വന്നിട്ട് എല്ലാ വീഡിയോസും ഈ റോബോട്ടിൻ്റെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവന് ഭയങ്കര പേടിയാണ്. അടുത്തോട്ട് വരുമ്പോഴേ ഓടും. ഇഷ്ടപ്പെട്ടില്ലേ?
ജുറാസിക് വേൾഡും റോബോട്ട്സും ഒക്കെ കണ്ട ശേഷം ഞങ്ങൾ അടുത്ത കയറിയതാണ് ഡോം സെൻറ്റർ. ഡോം സെൻറ്റർ എന്ന് പറയുന്നത് ഒരു 3D അല്ലെങ്കിൽ ഒരു 4D ഒക്കെ എഫക്റ്റ് വരുന്നൊരു സംഭവമാണ്. നമ്മുടെ ഇഗ്ലൂ ഇല്ലേ, ഡോം ഇഗ്ലൂ എന്നൊക്കെ പറയുന്നത്, ആ രീതിയിലുള്ള ഒരു സാധനം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്താണ് ഈ ഷോ നടക്കുന്നത്. ഒരു 10-15 മിനിറ്റോളം ഉണ്ട് ഈ സംഭവം. നമുക്ക് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ അനങ്ങുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ഒരു 3D ഷോ ആണ്. അപ്പോൾ ഒരു ബാച്ചായിട്ട് ഒരു 10-30 പേരെ ഒരുമിച്ചാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി അവർ ഉള്ളിലോട്ട് കയറ്റുന്നത്. ചെരുപ്പൊക്കെ ഊരി നമ്മളെ ഒരു പൊസിഷനിൽ കൊണ്ട് നിർത്തും. എന്നിട്ട് നമ്മളത് കാണുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം നമ്മുടെ അടുത്തുകൂടെ പോകുന്നു. ഒരു കുട്ടിച്ചാത്ത എഫക്റ്റൊക്കെ ആയിരുന്നു. കുറേ നേരം നമ്മളിങ്ങനെ അധികം നേരം നിന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ അനങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോകുന്ന പോലെ നമുക്ക് തോന്നും. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നേരം ഈ ഒരു ഷോ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. റേസൊക്കെ കുറച്ച് നിർബന്ധം പോലെയായിരുന്നു. സെയിമു പിന്നെ സൗണ്ടൊക്കെ കേട്ട് പേടിച്ച് കിടന്ന് ഉറങ്ങി. റേസിന് പേടിയായി. എനിക്ക് അധികം നേരം നിന്നപ്പോൾ എനിക്ക് കാലൊക്കെ കഴിക്കാൻ തുടങ്ങി. പക്ഷെ രസമായിരുന്നു. അങ്ങനെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കി തുടങ്ങി. കുറേ കഥകൾ, നമ്മൾ കണ്ടിട്ടുള്ള കുറേ കഥകളുടെ വിഷ്വലൈസേഷനാണ് ഇതിനകത്ത് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു 3D എഫക്റ്റ് ആയിരുന്നു. ഒരു 20 മിനിറ്റോളം ഉണ്ടായിരുന്നു പരിപാടി. കൊടുത്ത 150 രൂപ കണ്ടാണ് ടിക്കറ്റ്. 100 രൂപ 150 രൂപയാണ്. പക്ഷേ അടിപൊളി പരിപാടിയായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ ഷോ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ടുപോയി കാണണം. ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.